ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് സ്റ്റാഫ് ടൂറാണ് കേട്ടോ. നമ്മൾ CPP പോയത് ഏകദേശം ഒരു 2 മാസം മുന്നേ പോയ ടൂറിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പം ഞാൻ സെൻഡ് ചെയ്യുന്നത്. ഫോൺ ഡിലീറ്റ് അടിക്കാൻ നോക്കുമ്പോൾ, ഫോണിലെ വീഡിയോസ് ഡിലീറ്റ് അടിക്കാൻ നോക്കുമ്പോഴാട്ടോ ഇതൊന്നും സെൻഡ് ചെയ്തിട്ടില്ല അത് ബോധം വരുന്നത്. അപ്പം നമ്മൾ ബസ്സിനുള്ളത്തെ കാഴ്ചകളാണ്. നമ്മൾ മാക്സിമം എല്ലാ ടീച്ചേഴ്സും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള രണ്ടോ മൂന്നോ പേര് മാത്രം ഒഴികെ ബാക്കി മാക്സിമം ആളുകൾ നമ്മൾ ടൂറിന് വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും എൻജോയ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള നല്ല യാത്രയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുള്ള, എല്ലാവരും ഒരാൾ പോലും ബാക്കിലോട്ട് നിന്നിട്ടില്ല. മാക്സിമം എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. സീനിയേഴ്സെന്നോ ജൂനിയേഴ്സെന്നോ ഒന്നും വ്യത്യാസമില്ലാണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സുഭാഷ് സാറിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒരു റിസോർട്ടിൽ കയറട്ടെ കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നമ്മൾ ഇവിടെ അല്ല കേട്ടോ സ്റ്റേ ചെയ്യുന്നത്, ഇത് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. നല്ല ഭംഗിയുള്ള റിസോർട്ടും സൗകര്യങ്ങളാണെങ്കിലും പൂളാണെങ്കിലും അതിൻ്റെ ആ കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. അത് അവിടെയൊക്കെ കയറി നമ്മൾ വ്യൂ ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. വ്യൂസ് എടുത്തതൊക്കെ സമയം കിട്ടാത്തതുകൊണ്ടും ഇല്ലാത്തതുകൊണ്ടും നമുക്കിത് ബുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും നമ്മൾ ഇവിടെ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്റ്റേ ചെയ്താൽ മതിയായിരുന്നു എന്ന് പിന്നീട് തോന്നിപ്പോയി. അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമായിരുന്നു. വീഡിയോയിൽ എനിക്ക് മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. നമ്മളത് പ്രതീക്ഷിക്കാതെ നമ്മളിവിടെ കയറിയത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളി വൈബായിരുന്നു. നമ്മുടെ ആനന്ദാണെങ്കിലും ആനന്ദ് സാറും അദ്വൈതും അർജുനും എല്ലാവരും ഭയങ്കരമായിട്ട്, ഞാൻ അവരെ മാത്രം പേരെടുത്ത് പറയല്ല കേട്ടോ. സൈനയും ഹബീബയും രമ്യയും അങ്ങനെ എല്ലാവരും ഉണ്ട്. ഒരാൾ പോലും പിറകിൽ നിന്നിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഞാൻ പറഞ്ഞ ആ റിസോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടത്. ആ ഒരു മലൻ്റെ മുകളിലുള്ളൊരു വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ നിലമ്പൂർ വഴി ഊട്ടിയിലേക്ക്. എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലേ. നമ്മുടെ ഊട്ടി യാത്രയാണ് കേട്ടോ. ഊട്ടി എല്ലാ വർഷവും നമ്മൾ പോകുന്ന സ്ഥലമാണ്. സ്കൂളിൽ നിന്ന് ടൂറാണെങ്കിലും സ്റ്റാഫ് ടൂറാണെങ്കിലും ഫാമിലി ടൂറാണെങ്കിലും ഒക്കെ ഊട്ടി ഇല്ലാത്ത പരിപാടിയില്ല. പക്ഷേ ഇവിടെ നമ്മൾ യാത്ര മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. സ്ഥലം കാണുക എന്നല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു യാത്ര പോവുക, സംസാരിക്കുക, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിതാ അതിൻ്റെ ഇടയിൽ നമ്മളെ ഷീന ടീച്ചർ വീട്ടിൽ നിന്ന് നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് സ്നാക്സ് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്കിതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കലായിരുന്നു കേട്ടോ പരിപാടി. ആകെപ്പാടുള്ളൊരു കുട്ടിയാണ് നമ്മളെ ദേവിക ടീച്ചറുടെ മോന്. ബാക്കി എല്ലാവരും ടീച്ചേഴ്സായിരുന്നു. അങ്ങനെ ബസ്സിൻ്റെ ഉള്ളിൽ റീൽസാണ്, പുറത്തിറങ്ങിയാലും റീൽസാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം ID പോയി നോക്കുന്നവർക്കറിയാം, ഇപ്പോഴും റീൽസും ഫോട്ടോസും അവസാനിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്നത് 2 മാസമായി പോയി വന്നിട്ട്. ഫസ്റ്റ് നമ്മൾ പൈൻ ഫോറസ്റ്റിലാണ് കയറുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇറങ്ങി കയറുന്നേ ഉള്ളൂ. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വരച്ച് വെച്ച പോലെ അത്രക്കും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഊട്ടിയിലെത്തുന്നു. അവിടെ നിന്ന് സാധാരണ നോർമലായിട്ട് എല്ലാവരും ഊട്ടിയിൽ പോകുന്നൊരു സ്ഥലമാണ് ടീ ഫാക്ടറി. ടീ ഫാക്ടറി സന്ദർശിച്ചു. അവിടെ നിന്ന് ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചു. ഇതൊരു പാർട്ട് 1 ആയിട്ട് ഞാൻ ഇടുന്നത്, കാരണം അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല. പാർട്ടായിട്ട് ഇടുന്നത്. ഇവിടെ ഈ ടീ ഫാക്ടറിയോട് കൂടെ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി പോയ സ്ഥലങ്ങളും ലൈക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഊട്ടിയിൽ പ്രധാനപ്പെട്ട ബൊട്ടാണിക്കൽ ഗാർഡൻ, പിന്നെ നമ്മൾ പർച്ചേസിങ് ഒക്കെ, അതൊക്കെ കാണണമെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2ഉം 3ഉം ഒക്കെ കാണണം. ഇപ്പോൾ പാർട്ട് 1 മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ ഇങ്ങനെ അതിൻ്റെ പ്രോസസ്സിംഗ് ആണ് കേട്ടോ. ചായപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് പിള്ളേരായിട്ടൊക്കെ വന്ന് കണ്ട് ഇന്ന സ്ഥലം എങ്ങനെയാണെന്നൊക്കെ നല്ല പരിചയം ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെയാണ് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോണത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചെടുത്തു എന്ന് മാത്രം. നമ്മളെ യാത്ര 2 ദിവസത്താണ് കേട്ടോ. ഒരു ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാത്രിയിലാണ് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്നത്. 2 ദിവസം യാത്രയും 2 പകലും 1 നൈറ്റുമാണ്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് കേട്ടോ യാത്രകളൊക്കെ പോകേണ്ടത്. നമ്മൾ സ്റ്റേ ഒക്കെ ചെയ്ത് റിലാക്സായി എൻജോയ് ചെയ്തിട്ട് വേണം യാത്ര പോകാനിത്. ഒരൊറ്റ രാത്രി പുറപ്പെട്ട് മുഴുവൻ കണ്ട് അന്ന് രാത്രി തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര ടയേർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പോവാം കേട്ടോ. അങ്ങനെതാ നമ്മുടെ ടീമാണ് ഇതൊക്കെ കേട്ടോ. അതായത് തൊട്ട് മുന്നേ കാണിച്ച ടീം, അവരെല്ലാവരും കൂടെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചായ എല്ലാം കുടിച്ചു. അവിടെ നിന്നതാ
ബാക്കിയുള്ള ടീംസൊക്കെ പർച്ചേസിങ് നടത്തുന്നുണ്ടായിരുന്നു. ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഉണ്ട്. ചോക്ലേറ്റ് വാങ്ങിച്ചു, ചായപ്പൊടി വാങ്ങിച്ചു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളിതൊന്നും വാങ്ങിയിട്ടില്ല. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും വാങ്ങുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകുമ്പോൾ ഒന്നും വാങ്ങിയിട്ടില്ല. പർച്ചേസിങ്ങിന് ഒരു ടൈമും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാണുക, എൻജോയ് ചെയ്യുക, അതേമാതിരി ഫ്രണ്ട്സിൻ്റെ കൂടെ മാക്സിമം എൻജോയ് ചെയ്ത് മാത്രമായിരുന്നു നമ്മുടെ പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് മാത്രമായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം എന്നല്ല, മാക്സിമത്തിനേക്കാളും കൂടുതൽ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എല്ലാവരും, ആ ടീമിലുള്ള എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ്ടായിരിക്കും ഞങ്ങളുടെ വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറി കാണുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, കഴിക്കണം എന്നൊക്കെ. ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വീഡിയോ ആയിട്ട്, നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ.